ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാസ്റ്റ് മണിക്കൂറുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ വോട്ടിംഗ് റിസൾട്ടിൻ്റെയും ബിഗ് ബോസ് റിലേറ്റഡായ വീഡിയോസിൻ്റെയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്തേക്കുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ഹോട്ട്സ്റ്റാർ കയറി തന്നെ ഈ മണിക്കൂറുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അവരെ ഈ സെക്കൻഡ് വീക്ക് വിജയ് സേഫ് സോണിലേക്ക് മാറ്റുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാം പൊസിഷനിൽ ഷാനവാസ് തന്നെ തുടരുകയാണ്. 10,987 എന്നുള്ള ഭൂരിപക്ഷത്തിൽ ഒന്നാം പൊസിഷനിൽ ഷാനവാസ് തുടരുകയാണ്. ഷാനവാസിനെ വെട്ടിക്കാൻ ആരുമില്ല ബിഗ് ബോസ് വീട്ടിലെന്ന് തെളിയിച്ചുകൊണ്ട് ഷാനവാസിൻ്റെ വോട്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. രണ്ടാം പൊസിഷനിൽ അനിമോളാണ് ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നാം പൊസിഷനിൽ നിന്ന് അനിമോൾ ഇപ്പോൾ രണ്ടാം പൊസിഷനിലേക്ക് വീണ് പോയിട്ടുണ്ട്. ഷാനവാസിനെ വെട്ടിക്കാൻ അനിമോളെ കൊണ്ട് ഇനി സാധിക്കത്തില്ല. ഇനി അത്രയും വോട്ടുകൾ കൂടിയാൽ മാത്രമേ ഷാനവാസിനെ വെട്ടിക്കാൻ അനിമോളെ കൊണ്ടൊക്കൂ. അപ്പോൾ രണ്ടാം പൊസിഷനാണ് അനിമോൾ. 9,459 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം പൊസിഷനിൽ നിൽക്കുന്നത്. മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്ര തന്നെയാണ് തുടരുന്നത്. 9,402 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്ര തുടരുന്നത്. അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജിസേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറുകളിൽ തന്നെ. നാലാം പൊസിഷനിൽ ആര്യൻ കത്രികയാണ്. 805 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യൻ കത്രിക നാലാം പൊസിഷനിൽ തന്നെ തുടരുന്നു. അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി നെവിൻ കയറി വന്നു. 7,589 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നെവിൻ അഞ്ചാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. ആ കൂറ്റൻ വോട്ട് കയറി വന്നതിന് ശേഷം ഇതുവരെ നെവിൻ പുറകിലോട്ട് പോയിട്ടില്ല. വോട്ടുകളുടെ കാര്യത്തിൽ പുറകിലോട്ട് പോയിട്ടില്ല. 7,500 വോട്ട് നേടി ആറാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ നിൽക്കുന്നുണ്ട്. ബിന്നി സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം വരെ അഞ്ചാം പൊസിഷനിൽ നിന്ന ബിന്നി സെബാസ്റ്റ്യൻ ഇപ്പോൾ ആറാം പൊസിഷനിലേക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷം കുറഞ്ഞതോടെ ബിന്നി സെബാസ്റ്റ്യൻ ആറാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. ഏഴാം പൊസിഷനിൽ നോറ ആദില സഖ്യമാണ് തുടരുന്നത്. 7,001 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഏഴാം പൊസിഷനിൽ തന്നെ നോറ ആൻഡ് ആദില ഇപ്പോഴും തുടരുന്നു. എട്ടാം പൊസിഷനിൽ അർബർ ഖാനാണുള്ളത്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള 6,987 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അർബർ ഖാൻ എട്ടാം പൊസിഷനിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വോട്ടിങ്ങിൽ തന്നെ അക്ബർ ഖാൻ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിലോട്ട് പോയിരുന്നു. ഇപ്പോൾ സേഫ് സോണിലോട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അക്ബറിൻ്റെ ഇനിയും വോട്ടുകൾ കൂടാനുള്ള ചാൻസും ഞാൻ കണ്ടുവരുന്നുണ്ട്. ഒമ്പതാം പൊസിഷനിൽ അപ്പാനി ശരത്തിന് തുടരുന്നു. 6,999 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അപ്പാനി ശരത്ത് ഒമ്പതാം പൊസിഷനിലേക്ക് തുടരുന്നു. നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് തന്നെ അപ്പാനി ശരത്തിനുണ്ടായിട്ടുണ്ട് ഈ മണിക്കൂറുകളിൽ. ഇപ്പോഴും അപ്പാനി ശരത്ത് ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് വോട്ടുകളുടെ പൊസിഷനിൽ തന്നെ. ഇന്നലെ തൊട്ട് മിനിങ്ങാന്ന് വരെ 10ാം പൊസിഷനിൽ സൈത്യ സന്തോഷിനെ തുടരുന്നു. 6,250 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സൈത്യ സന്തോഷ് 10ാം പൊസിഷനിൽ നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ സൈത്യ സന്തോഷ് എപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അപ്പോഴും ഡേഞ്ചർ സോൺ, ഇപ്പോഴും ഡേഞ്ചർ സോൺ. എന്ന് വെച്ചാൽ ഈ ആഴ്ച ലാലേട്ടൻ പറഞ്ഞേക്കുന്നത് 2 പേര് ഔട്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പേര് അതുപോലെ പോവുകയാണെങ്കിൽ സൈത്യ സന്തോഷം പോകാനുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് 11ാമത്തെ കണ്ടസ്റ്റൻറ്റ് നോക്കാം. 11ാം വോട്ടിംഗ് നിലയിലിരിക്കുന്ന ആരെന്ന് നോക്കാം. 11ാം പൊസിഷനിൽ RJ ബിൻസിയാണ് തുടരുന്നത്. 6,758 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 11ാം പൊസിഷനിലാണ് RJ ബിൻസി തുടരുന്നത്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് RJ ബിൻസിക്ക് ഉണ്ടായിട്ടുണ്ട്. RJ ബിൻസി നല്ല രീതിയിലുള്ള ഡേഞ്ചർ സോണിലാണ്. ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് നോക്കിയാലും RJ ബിൻസി നല്ല രീതിയിലുള്ള ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വരും മണിക്കൂറുള്ള വോട്ടിന് അധികം നിർണായകമാണ് RJ ബിൻസിക്കുള്ളത്. ഇനി നമുക്ക് ഈ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അവസാന മണിക്കൂറുകളോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കണ്ടു തന്നെ അറിയാം. അപ്പോൾ താങ്ക് യു.